മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ജനറൽ സെക്രട്ടറി PMA സലാം, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP എന്നിവർ ഈരാറ്റുപേട്ട കരുണ അഭയകേന്ദ്രം സന്ദർശിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് VP നാസർ, മുസ്ലിം ലീഗ് നേതാക്കളായ KA മുഹമ്മദ് അഷ്റഫ്, KA മുഹമ്മദ് ഹാഷിം, CP ബാസിത്ത്, KA മാഹിൻ, VM സിറാജ്, അഡ്വക്കേറ്റ് പീർ മുഹമ്മദ് ഖാൻ തുടങ്ങിയവരും സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് PA മുഹമ്മദ് ഇബ്രാഹിം, കരുണ ചെയർമാൻ NAM ഹാറൂൺ, സെക്രട്ടറി അബ്ദുൽ നാസർ, വൈസ് ചെയർമാൻ മുഹമ്മദ് കബീർ, മാനേജർ KP ബഷീർ, അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് ഷാജി, AMA സമദ്, KKM സാദിഖ് തുടങ്ങിയവർ സംഘത്തെ സ്വീകരിച്ചു. ശേഷം നടന്ന സ്വീകരണ യോഗത്തിൽ വിശിഷ്ടാതിഥികൾ സംസാരിച്ചു. കരുണയുടെ പ്രവർത്തനത്തിൽ അതിഥികൾ മതിപ്പ് രേഖപ്പെടുത്തി. കരുണയുടെ പുതിയ പ്രോജക്ടിന്റെ പ്ലാൻ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് VP നാസർ അതിഥികൾക്ക് കൈമാറി. അതുപോലെ ഭാവിയിലേക്ക് കുറെ കാര്യങ്ങൾ അടക്കം നമ്മുടെ മനസ്സിൽ ഇവിടെ വരാൻ ഈ അഭയകേന്ദ്രത്തിൽ സന്ദർശിക്കുവാൻ ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്ന ആളുകൾ അവരെയാണ് ഇപ്പോൾ ഇവിടെ ഈ അഭയകേന്ദ്രത്തിൽ എത്രയും ആളുകളെ അവർക്കിവിടെ അഭയവും ആശ്വാസവും മറ്റെല്ലാ വിവിധ സൗകര്യങ്ങളും നമ്മളിവിടെ ചിന്തയും അതുപോലെ തന്നെ മറ്റ് കക്ഷികളൊക്കെ തന്നെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിച്ച് വരുന്നുണ്ട്. ചില കാര്യങ്ങളൊന്നും ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും നോക്കേണ്ട കാര്യമില്ല. പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരെയാണ് നമുക്ക് പരിപാലിക്കേണ്ടത്. ഉത്തരവാദിത്വം അതാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവിടെ ധാരാളം ചുമന്നത് നഷ്ടപ്പെട്ടവരല്ല എന്ന് വിശുദ്ധ പ്രവാചകൻ പറഞ്ഞു. അദ്ദേഹം ആ അയൽവാസിയുടെ മതത്തെക്കുറിച്ച് പറഞ്ഞില്ല, അവരുടെ ജാതിയെക്കുറിച്ച് പറഞ്ഞില്ല. അയൽവാസി എന്ന മനുഷ്യൻ നമ്മുടെ അയൽപ്പക്കത്തിൽ ആര് തന്നെ താമസിക്കുകയാണെങ്കിലും അവരുടെ സുരക്ഷത ഉറപ്പുവരുത്തേണ്ട ഒരു മുസൽമാന്റെ കടമയാണ് എന്നാണ് ആ പ്രവാചക വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം സംരംഭങ്ങളുമായി സഹകരിക്കുവാൻ എല്ലാ മനുഷ്യ സ്നേഹികളും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മനുഷ്യരെ സഹായിക്കാൻ രോഗമുണ്ടാകുക എന്നതും ദരിദ്രനായി പോകുക എന്നതും ഒരാളുടെയും കുറ്റമാണ്. സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ചില പരീക്ഷണങ്ങളാണ്. നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ജീവിതത്തിൽ ഇതൊക്കെ ഓരോതരം പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതിന് അടിസ്ഥാനപ്പെടുത്തിയാണ് മനുഷ്യരോട് അല്ലാഹുവിൻ്റെ പ്രതിഫലം നൽകുന്നത്. അപ്പോൾ ഭൂമിയിൽ ഭൗതിക ലോകത്ത് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിൽ നമ്മുടെ സഹസൃഷ്ടികളാണ്. സഹസൃഷ്ടികളെ സഹായിക്കാൻ എല്ലാ മതങ്ങളും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ തന്നെ പറഞ്ഞത് പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു മഹത്തായ പുണ്യകർമ്മമാണ്. മനുഷ്യരോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കർമ്മമാണ്. നമുക്ക് നമ്മോടെന്ന പോലെ, നമ്മുടെ കുടുംബത്തോടെന്ന പോലെ, നമുക്ക് വേണ്ടപ്പെട്ടവരോടെന്ന പോലെ സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരോടും ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. അത് നിർവഹിക്കുമ്പോൾ മാത്രമേ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവൻ യഥാർത്ഥ മനുഷ്യൻ്റെ നിർവചനത്തിൽ പെടുകയില്ല. രോഗിയായി വരുമ്പോഴാണ് ഒരാൾക്ക് ഏറ്റവും വലിയ സഹായം ആവശ്യമില്ല. സാമ്പത്തികമായി പ്രയാസം വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെടുന്നതാണ്. അവൻ്റെ പട്ടിണി മാറ്റാനുള്ള സൗകര്യമില്ല. ഇത്തരം ആളുകളെ കണ്ടെത്തി അവരെ സംരക്ഷിക്കാനും അവർക്ക് പുനരധിവാസം നൽകാനൊക്കെയുള്ള ഇത്തരം ശ്രമങ്ങൾ സാങ്കേതികമാണ്. അത് സമൂഹത്തിന് മാതൃകയാണ്. ഇത് കണ്ടാണ് മറ്റുള്ളവർ പഠിക്കേണ്ടത്. സാധാരണ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഹോട്ടൽ അല്ലെങ്കിൽ റിസോർട്ട് ചെയ്യും. കാരണം എല്ലാവർക്കും വേണ്ടത് കച്ചവടമാണ് പോകുന്നത്. ആ കച്ചവടത്തിൽ നിന്ന് എത്രമാത്രം പൈസ കിട്ടുമെന്നായിരുന്നു എല്ലാവരും ആദ്യം ആലോചിക്കുന്നത്. പക്ഷേ അതിനെല്ലാം വിരുദ്ധമായിട്ട് ഇത്രമാത്രം പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട്. മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരെ അതായത്
ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മനസ്സ് തീർച്ചയായിട്ടും വലിയൊരു മനസ്സാണ് നമ്മൾ അംഗീകരിക്കാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ കണ്ടതാണ് MLA സ്ഥാനാർത്ഥിമാർക്ക് വേണ്ടിയിട്ടുള്ള അടിപിടി നമ്മൾ കണ്ടതാണ്. MLA സ്ഥാനാർത്ഥിമാരുടെ MLA-മാരായിട്ട് ജയിച്ച ആളുകൾ മന്ത്രിമാരാകാൻ വേണ്ടിയിട്ടുള്ള അടിപിടി കണ്ടതാണ്. അപ്പം മനുഷ്യന്റെ എന്താ പറയുന്നത്, ഒരു ആവശ്യമെന്ന് പറയുന്നത്, ഒരാഗ്രഹം എന്ന് പറയുന്നത് വലിയ അത്യാഗ്രഹമാണ്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് നാം കാണുന്നത് നമ്മളെല്ലാം എത്രമാത്രം ഭാഗ്യം ചെയ്ത ആളുകളാണ്. നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള മനുഷ്യരുടെ കിടക്കുമ്പോൾ അവരുടെ അവസ്ഥ കാണുമ്പോഴാണ് ശരിക്കും നമ്മൾ എത്രമാത്രം ഭാഗ്യം ചെയ്തതാണ് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. മനുഷ്യകുലം എന്ന് പറയുന്നത് അങ്ങനെയാണ്. MLA എന്തുകൊണ്ട് എന്നെ മന്ത്രിയാക്കിയില്ല എന്നുള്ള ചോദ്യമാണ് വരുന്നത്. MLA ആക്കാത്ത ആൾക്ക് എന്തുകൊണ്ട് എന്നെ MLA ആക്കിയില്ല എന്നുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പൊ ഇതെല്ലാം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നൊക്കെ കാര്യം കൂടി മാത്രം, ഡയാലിസിസ് സെന്റർ കൂടി ഇവിടെ ഉണ്ടെന്ന് പറയും. ഇപ്പൊ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗം എന്ന് പറയുന്നത് കേരളത്തിലുടനീളം വലിയ രീതിയിൽ, കാരണം ഒരു വൃക്ക രോഗി എന്ന് പറയുന്നത്, ഡയാലിസിസ് രോഗി എന്ന് പറയുന്നത് ആ ബെഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം മാത്രം ബെഡ് സ്പേസ് ഒഴിവാക്കുകയുള്ളൂ. പക്ഷെ എവിടെ നമ്മൾ ഡയാലിസിസ് സെന്റർ തുടങ്ങിക്കഴിഞ്ഞാലും ആ ബെഡുകളെല്ലാം ഫുള്ളായിക്കൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം വൃക്ക രോഗികൾ എത്രമാത്രം വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബോധവൽക്കരണം, വലിയ രീതിയിൽ ബോധവൽക്കരണം, വൃക്കരോഗം വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബോധവൽക്കരണം. നമുക്കറിയാം, നമ്മളിപ്പോ ഒന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൂത്രം പോലും പിടിച്ചു വെച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ഇപ്പോൾ തിരക്കാണ്. ആ മൂത്രം പിടിച്ചു വരുന്നത് ഈ വൃക്കരോഗത്തിനുള്ള ഏറ്റവും വലിയ കാരണമാണ് ഡോക്ടർമാർ പറയുന്നത്. പിന്നെ നമ്മുടെ ജീവിതശൈലി, ആഹാരശൈലി, നമ്മളിവിടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചായയും പൊയ്ക്കടികളുമായിട്ടുള്ള കടകൾ മാത്രമേ ഉണ്ടാവും. അങ്ങനെ എണ്ണയിൽ കൊടുക്കുന്ന കടികളെല്ലാം കഴിച്ച് നമ്മളുടെ ആരോഗ്യം വലിയ മോശമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം, ഇത് കരുണ പോലത്തെ ഒരു അഭയകേന്ദ്രം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ബോധവൽക്കരണം കൂടി നടത്തി കഴിഞ്ഞാൽ ഇവിടെ രോഗികളായിട്ട് വരുന്ന ആളുകളെ നമുക്ക് രോഗികളല്ലാതെ രീതിയിലേക്ക്, അതായത് രോഗികളെ ഉറക്കുന്ന രീതിയിലേക്ക് വരുത്താനുള്ള ഒരു ശ്രമം അതുകൂടി നടത്തണമെന്ന് മാത്രം സാന്ദർഭികമായിട്ട് പറഞ്ഞുകൊണ്ട് الله